കൈക്ക് കുറച്ച് നിറമൊക്കെ വെച്ചിട്ടുണ്ട്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി വിത്ത് PSC വ്ലോഗ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ നമ്മൾ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കി ഉപയോഗിച്ചായിരുന്നു. ഒരു ഓറഞ്ചിന്റെ ഒക്കെ പീലൊക്കെ വെച്ചിട്ട്, ഓറഞ്ചിന്റെ തടിയൊക്കെ കണ്ടിട്ട്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഓറഞ്ചും ജീരകമൊക്കെ ബാക്കി വന്നായിരുന്നു കേട്ടോ. അപ്പൊ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ ഓറഞ്ചിന്റെ തൊലിയും ജീരകവും നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വേവിച്ച് വെച്ചത് കൊണ്ടാണ് നമ്മളിപ്പോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ഓറഞ്ചിന്റെ തൊലിയും ജീരകവും കൂടി ചേർത്തിട്ട് തിളപ്പിച്ചതിന് ശേഷം ആ വെള്ളം കളഞ്ഞിട്ട് തണുത്താറിയതിനു ശേഷം മിക്സിയിലിട്ടിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. ഈ ഒരു പരുവത്തിൽ വേണം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇതൊരു ബൗളിലേക്ക് മാറ്റുക. എന്നിട്ട് തൈര് ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കാം. നമ്മുടെ സ്ക്രബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മളിതൊരു ബോഡി സ്ക്രബ് ആയിട്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ സ്കിന്നിങ്ങനെ ടാനൊക്കെ അടിച്ചിട്ട് നമ്മുടെ കൈകളൊക്കെ ആണെങ്കിലും കറുത്തൊക്കെ വരണ്ടൊക്കെ ഇരിക്കുന്നുണ്ടാവുമല്ലോ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ ബോഡി സ്ക്രബ് തയ്യാറാക്കിയെന്ന് എല്ലാവരും കണ്ടല്ലോ. അപ്പൊ നമ്മൾ ഈ ബോഡി സ്ക്രബ് തയ്യാറാക്കിയാൽ മാത്രം പോരാ, നമ്മൾ ഏത് രീതിയിലാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് കൂടി കണ്ടിട്ട് വരാം. ആപ്പിൾ സിഡർ വിനെഗർ 2 സ്പൂണോളം എടുത്തിട്ട് ഒരു പാത്രം വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മുടെ കൈകൾ നല്ലതുപോലെ മുക്കി വെക്കുക. കാലുകൾ നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. 5 മിനിറ്റോളം ഇങ്ങനെ മുക്കി വെച്ച് കഴിയുമ്പോൾ കൈകളിലുള്ള കാലുകളിലുള്ള കറയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇളകി അഴുക്കൊക്കെ പോകും. ആപ്പിൾ സിഡർ വിനെഗറിൽ നിന്ന് കൈകൾ എടുത്ത ശേഷം നമ്മുടെ ബോഡി സ്ക്രബ് നമുക്ക് ഇതുപോലെ റൗണ്ടിൽ മസാജ് ചെയ്ത് കൈകളിലൊക്കെ തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. നമ്മുടെ ബോഡി മുഴുവൻ നമുക്ക് ഇതുപോലെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ. അങ്ങനെ തേച്ച് പിടിപ്പിക്കുമ്പോൾ വെള്ളം നനച്ചതിന് ശേഷം തേച്ച് പിടിപ്പിച്ചാൽ മതി. ഒരു 5 മിനിറ്റ് നമ്മൾ ഇതുപോലെ കൈകളിൽ തന്നെ വെച്ചേക്കാം. അതിനുശേഷം നമ്മുടെ ആപ്പിൾ സിഡർ വിനെഗർ മുക്കിയ വെള്ളത്തിൽ തന്നെ കഴുകി എടുക്കാം കേട്ടോ. ഇപ്പൊ നമ്മുടെ കൈയുടെ കറയും അഴുക്കൊക്കെ പോയിട്ട് കൈക്ക് കുറച്ച് നിറമൊക്കെ വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ ബോഡിയിൽ നല്ല നിറം വെക്കാം കേട്ടോ. 5 മിനിറ്റ് വെച്ചതിന് ശേഷം കഴുകി കളഞ്ഞു വെച്ചാൽ മതി. അപ്പൊ നമ്മുടെ കൈകളിലൊക്കെ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ കഴുകി നീറ്റ് ആക്കി എടുത്തതാണ്. അപ്പൊ കൈകളുടെ ഇവിടെയൊക്കെ ഉണ്ടാവുന്ന ഈ അഴുക്കുകൾ ഉണ്ടാവല്ലോ, കാരണം നമ്മൾ അടുക്കളയിലൊക്കെ പെരുമാറുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു പച്ചക്കറിയുടെ കറയും കാര്യങ്ങളും പിന്നെ പൊടിയും ചൂടൊക്കെ അടിച്ചിട്ട് നമ്മുടെ കൈയൊക്കെ ആകെ ടാനൊക്കെ അടിച്ചിരിക്കുന്നതായിരിക്കും. അപ്പൊ ഇതിനൊക്കെ നല്ലതുപോലെ ഇളക്കി കളയാൻ വേണ്ടി ഈ ഒരു ഓറഞ്ചിന്റെ തൊലിക്കും ജീരകത്തിനും പിന്നെ തൈര് നിറയെ ലാക്റ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ സ്കിൻ ലൈറ്റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു ടാനൊക്കെ പൂർണ്ണമായിട്ട് എടുത്ത് കളയാനും അഴുക്ക് മാറ്റാനും സഹായിക്കും. പിന്നെ ആപ്പിൾ സിഡർ വിനെഗർ എന്ന് പറയുന്നത് നല്ല രീതിയിലൊരു മാജിക്കലായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ്. അപ്പൊ അത് നമ്മൾ കൈ ഇങ്ങനെ മുക്കി വെച്ചിരിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിട്ട് അഴുക്കുകളുണ്ടല്ലോ, നഖത്തിന്റെ ഇതിലുള്ള അഴുക്കുകളൊക്കെ അതൊക്കെ നല്ല രീതിയിൽ ഇളകി പോകുന്നത് നമുക്ക് ആ വെള്ളത്തിൽ നിന്ന് തന്നെ കാണാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ റെമഡി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് അധികം വേസ്റ്റേജ് ഒന്നും ഇല്ലാതെ നമ്മുടെ സ്കിൻ കെയറും കൊണ്ടുപോകാം കേട്ടോ. അപ്പൊ നമ്മുടെ കൈകളാണെങ്കിലും ഫുൾ ബോഡി ആണെങ്കിലും നമുക്ക് ഇതുപോലെ സ്ക്രബ് ചെയ്ത് മാറ്റാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്തേക്കണേ. പിന്നെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ സബ്ജക്റ്റ് ആയിട്ട് കാണാം. ഡിയേഴ്സ്, ബൈ, ടേക്ക് കെയർ.